സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി രേവതിക്ക് അരികിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് രേവതി ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷ്മി രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. രേവതി, ഇന്നലെ നീ വിളിച്ചില്ലല്ലോ, ഞാനും വിളിക്കാൻ വിട്ടുപോയി. നിനക്കിപ്പോ പനിയൊക്കെ കുറവുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ കുറവുണ്ട്. എന്തായാലും രേവതി കുറച്ച് ദിവസത്തേക്ക് ഇനി ചൂടുവെള്ളത്തിൽ കുടിച്ചാൽ മതി, പച്ചവെള്ളത്തിലൊന്നും കുളിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് പറയുമ്പോൾ ആ ശരി അമ്മയെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചിയെ കുറിച്ച് ചോദിക്കുകയാണ് ലക്ഷ്മി. സച്ചി വീട്ടിലുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണേ. എന്താ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമായിട്ട് പോകുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെങ്ങനെയാ അമ്മ എനിക്കറിയുന്നത്, എന്നെ അവരെ തലയിൽ കെട്ടിവെച്ചിരിക്കല്ലേ, അപ്പോ എന്തായാലും ആ കഷ്ടം ഉണ്ടാവുമല്ലോ. എന്താ രേവതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിന്റെ സംസാരമൊന്നും ഒട്ടും ശരിയില്ലല്ലോ, എന്താ സച്ചിമോനുമായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അമ്മേ, വെക്കി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ ആ ദേഷ്യത്തില്. അപ്പോഴേക്കും ലക്ഷ്മിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. വീട്ടിലെന്തോ വലിയ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് റൂമിനുള്ളിലേക്ക് ഇങ്ങനെ കയറുവാണേ. അത് കണ്ട് ദേവ് ചോദിക്കുന്നുണ്ട്, അമ്മേ എന്തു പറ്റി? രേവതി ഫോൺ ചെയ്തപ്പോൾ ശരിക്കൊന്നും സംസാരിച്ചില്ല, അവൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അമ്മയോടാണോ ദേഷ്യം എന്നുള്ള കാര്യം ദേവ് ചോദിക്കുമ്പോൾ അല്ലടി, അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്, ഇനിയിപ്പോ സച്ചിയും രേവതിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചേട്ടനുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടാവാനെന്നുള്ള കാര്യം ദേവ് ചോദിക്കുകയാണേ. ഇത് കേട്ട ശരത്ത് ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഇതെന്താ പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യമാണോ? എപ്പം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ചേച്ചിയുമായിട്ട് അടിയുണ്ടാക്കലല്ലേ അയാളുടെ മെയിൻ പരിപാടി. അവിടെ എന്താ നടന്നെന്നുള്ള കാര്യം അറിയാതെ നീ ഓരോന്ന് സങ്കല്പിക്കണ്ട എന്നുള്ള കാര്യം ശരത്തിന്റെ അടുത്ത് ദേവ് പറയുമ്പോ അതിപ്പോ സങ്കല്പിക്കാൻ എന്തിരിക്കുന്നു, അമ്മ പറഞ്ഞത് കേട്ടില്ലേ, ചേച്ചിയുടെ ശബ്ദം തന്നെ ശരിയല്ല എന്നുള്ള കാര്യം. അവിടെ ചേച്ചിക്ക് പ്രശ്നം കൊടുക്കുന്ന രണ്ട് പേരാണ്, ഒന്ന് അവരുടെ അമ്മായിമ്മയും പിന്നെ ഒന്ന് ചേച്ചിയുടെ ഭർത്താവും. എന്തായാലും അമ്മായിമ്മ പറഞ്ഞത് കേട്ട് ചേച്ചിക്ക് ഇപ്പൊ ശീലമായിട്ടുണ്ട്, അതുകൊണ്ട് ചേച്ചി ഒരിക്കലും സങ്കടപ്പെടില്ല. പക്ഷേ ഇയാൾ ചിലപ്പം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അതിന്റെ പേരിലായിരിക്കും ഇപ്പോൾ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക. നീ വലിയ ഡിറ്റക്റ്റീവിനെ പോലെ സംസാരിക്കൊന്നും വേണ്ട. അമ്മേ ചേച്ചി വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ലടി, അവൾ കൂടുതലൊന്നും സംസാരിക്കാതെ ഫോൺ വെച്ചു, അവിടെ എന്താ നടന്നെന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുമ്പോൾ ഇതിലിപ്പോ അറിയാൻ എന്തിരിക്കുന്നു, അയാൾ പതിവ് പോലെ കുടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെ ഒരാളെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് ചേച്ചിയുടെ ജീവിതമാണ് ഇല്ലാണ്ടായി പോയത്. നീ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കുന്നത്, അവിടെ നടന്ന എന്താന്നുള്ള കാര്യം അറിയാതെ ഞാൻ തന്നെ ടെൻഷൻ അടിച്ച് നിൽക്കാണ്. അമ്മേ അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചി തന്നെ ആ കാര്യത്തെക്കുറിച്ച് വിളിച്ച് നിങ്ങളടുത്ത് പറയും. എന്തായാലും ഞാൻ പോവുകയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശരത്ത് അവിടെ നിന്ന് ഇറങ്ങുവാണേ. ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ നടന്നതെന്നുള്ള കാര്യം അറിയാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പക്ഷേ അമ്മ ചേച്ചി എന്തെങ്കിലും ജോലി തിരക്കിലൊക്കെ ആയിരിക്കും, അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് സംസാരിക്കാം. അമ്മ വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം എന്ന് പറഞ്ഞിട്ട് ദേവ് സമാധാനപ്പെടുത്തുവാണേ. അത് കഴിഞ്ഞ് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് കാർ ഷെഡിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെല്ലുവാണേ. സച്ചിനെ എവിടെ പോയിട്ട് വരാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു ട്രിപ്പ് പോയിട്ട് വരാണ്. ആഹാ, ഇവൻ നല്ല ജോളിയായിട്ട് ട്രിപ്പൊക്കെ പോയിട്ട് വരാന്ന് പറയുമ്പോഴേക്കും എന്താണ് ഞാൻ ജോളിയായിട്ട് ഇരിക്കുന്നത് നീ കണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ചെന്ന ഉടനെ ദേഷ്യപ്പെടുകയാണ് കൂടെയുള്ള ഒരുത്തനെടുത്ത്. നീ എന്താണ് സച്ചി ചായക്കടയിൽ തിളച്ച് ചായ പോലെ തിളച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൂടെയുള്ള മറ്റൊരുത്തൻ, സച്ചി എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയണേ. ഈ സമയത്ത് അവൻ്റെ അടുത്ത് ചോദിക്കണ്ട, അവൻ നല്ല ദേഷ്യത്തിലാണ് എന്നുള്ള കാര്യം മഹേഷ് പറയുന്നുണ്ടെങ്കിലും ഇല്ല, സച്ചിക്ക് മാത്രമേ എന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അവൻ എനിക്ക് വേണ്ടി ചെയ്യുന്നുള്ള കാര്യം പറയണേ. അങ്ങനെ മഹേഷ് പറഞ്ഞത് കേൾക്കാതെ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എടാ എനിക്കൊരു 500 രൂപ കടം തരുമോ എന്നുള്ള കാര്യം. എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറയുമ്പോൾ എടാ ഒരു 200 താ, നീ ട്രിപ്പൊക്കെ പോയിട്ട് വന്നതല്ലേ, ട്രിപ്പ് പോയെന്ന് വിചാരിച്ചിട്ട് പൈസ ഉണ്ടാവണമെന്നുണ്ടോ, എന്തോ നീ തന്നു വെച്ചതുപോലെ ഉണ്ടല്ലോ നിന്റെ ചോദ്യം. സാധാരണയായിട്ട് സച്ചി എപ്പോഴും ഉപകാരം ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചു പോയതെന്ന് ആ ചോദിച്ച ആള് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മഹേഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് എന്താ ഇത്ര അത്യാവശ്യം എന്നുള്ള കാര്യം. ഇന്നലെ ഭാര്യയുമായിട്ട് അടിയുണ്ടാക്കി, ഇന്ന് ഞാൻ രാവിലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മുഖം തൂക്കി പിടിച്ചിട്ടാണ് ആളുടെ നിപ്പ്, വൈകുന്നേരം ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലാണ്ടാവും, അതുകൊണ്ടാണ്. ഓ, അപ്പൊ ഭാര്യയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ പണം ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ എന്തായാലും നിനക്ക് വെറും കയ്യാലെ പോകാൻ വേണ്ടി പറ്റില്ല എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ചാടി വീഴുന്നുണ്ട് സച്ചി. അതെന്താ പോയാല് നീ എന്തിനാ സച്ചി ചാടി കടിക്കാൻ വേണ്ടി വരുന്നത് പോലെ വരുന്നത്? അതല്ലടാ, അടിയുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറും കൈയോട് കൂടിയിട്ട് പോരുതെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് ഞാൻ ചോദിച്ചതാണ്. കൂടെയുള്ള മറ്റൊരുത്തം പറയുന്നുണ്ട്, അത് ഒരു കീഴ്വഴക്കം പോലെയായി, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയ്ക്ക് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കണം സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അടിയുണ്ടല്ലോ, അത് കോൾഡ് മാതിരിയാണ്, നീ മെഡിസിൻ കഴിച്ചാലും ഇല്ലെങ്കിലും അത് ഒരാഴ്ച കഴിയുമ്പോൾ അങ്ങ് മാറും. എന്നാൽ ഭാര്യയുമായിട്ടുണ്ടാക്കുന്ന അടി എന്ന് പറയുന്നത് കഴുത്തിൽ കൊണ്ട വെട്ടുമാതിരിയാണ്, അത് മരുന്ന് വെച്ചിട്ട് ശരിയാക്കിയില്ലെങ്കിൽ ഇഞ്ചിഞ്ചായിട്ട് നമ്മളെ കൊല്ലുന്നത് പോലെയാണ്. എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഭർത്താവിന്റെ മേൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവ് വാങ്ങിക്കൊടുക്കണം, അപ്പോൾ ഭാര്യയുടെ മേൽ തെറ്റുണ്ടെങ്കിലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എല്ലാവരും ചിരിക്കുവാണേ. നിങ്ങളൊക്കെ എന്തിനാണ് ചിരിക്കുന്നത്? ഇങ്ങനെയൊന്നും നീ പോയിട്ട് നിന്റെ ഭാര്യയുടെ മുമ്പെന്ന് പറഞ്ഞേക്കരുത് കേട്ടോ. രണ്ട് നാടുകൾ തമ്മിൽ അടി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇയാളുടെ മേലെ തെറ്റ് അല്ലെങ്കിൽ ഇയാളുടെ മേലെ തെറ്റ് എന്നുള്ള കാര്യം. എന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അടി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാരുടെ കണ്ണിൽ ഭർത്താക്കന്മാരുടെ മേൽ മാത്രമായിരിക്കും തെറ്റുണ്ടാവുക. ഇതെന്താടാ ഇങ്ങനെ, ഇത് കുറച്ച് കഷ്ടം തന്നെയാണല്ലോ എന്നുള്ള കാര്യം
സച്ചി ചോദിക്കുന്ന സമയത്ത് ഇതാണ് എഴുതപ്പെടാത്ത വിധി, ഇത് കൊള്ളാലോ, അവൾ അടിയുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ട് അവൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം, അവർ വെറുതെ ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന പ്രശ്നത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും ഇതാണ് സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം. ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരികയും അതുപോലെ തന്നെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴിയിൽ നിൽക്കുകയും ചെയ്യും. അതാണോടാ നിനക്ക് വേണ്ടത്? അങ്ങനെ ഭാര്യയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പണം ചോദിച്ച ആൾക്ക് ഒരു 200 രൂപ എടുത്തിട്ട് മഹേഷ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നീ പോയിട്ട് നിന്റെ ഭാര്യയെ സമാധാനപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടുന്ന് പറഞ്ഞു വിടുവാണേ. അപ്പോഴും സച്ചി ഭയങ്കരമായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണേ. സച്ചി, നിന്റെ സംസാരം കേട്ടിട്ട് നിന്റെ വീട്ടിൽ എന്തോ വലിയ പ്രശ്നം നടന്നതുപോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതെ എടാ, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ, അവന്റെ ചേട്ടന്റെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവന്റെ അടുത്ത് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു, നീ പറയുന്ന വർത്താനം കേട്ട് കഴിഞ്ഞാൽ അവൾ ദേഷ്യപ്പെടാതെ പിന്നെ നിന്നെ മടിയിലെഴുതി കൊഞ്ചിക്കോ? നിന്റെ വായാണ് സച്ചി നിന്റെ പ്രശ്നം. വായ എനിക്ക് എന്ന് കരുതിയിട്ട് മാറ്റി വെക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട്. ഇതിനിപ്പോ ഒരു തീരുമാനം പറയടാ, എന്താ ചെയ്യേണ്ടത്? അവൾക്ക് എന്താ ഇഷ്ടമുള്ള കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓരോ സമയത്ത് അവൾ ഓരോന്നാ പറയാ. പൊതുവായിട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, പൈസയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വർണവും അതുപോലെ ഡയമണ്ടൊക്കെ മേടിച്ചിട്ട് പോകും. സാധാരണക്കാരൻ മുല്ലപ്പൂ മേടിക്കും എന്നുള്ള കാര്യം മഹേഷ് പറയുമ്പോൾ, അവൾ മുല്ലപ്പൂ കൊട്ടയായിട്ട് വെച്ചിരിക്കുന്ന ആളാണ്. ഞാൻ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവളുടെ വായിലിരിക്കുന്ന വേറെ എന്തെങ്കിലും കേൾക്കാം. അങ്ങനെയാണെങ്കിൽ മുല്ലപ്പൂ മാത്രമാക്കണ്ട, എന്തെങ്കിലും സ്വീറ്റും കൂടി മേടിച്ചിട്ട് പോ. കാലാകാലമായിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഹൽവയും മുല്ലപ്പൂവും. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു സ്വീറ്റും കൂടി ആഡ് ചെയ്യാം. എന്തായാലും അവൾക്ക് എന്താ ഇഷ്ടം എന്നുള്ള കാര്യം ഞാൻ വിളിച്ചു ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ എടുത്തിട്ട് രേവതിയെ വിളിക്കുകയാണ്. രേവതിയാണെന്നുണ്ടെങ്കിൽ 2-3 ബെല്ലടിക്കുമ്പോഴേക്കും ഫോൺ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എടാ, അവൾ ഫോൺ കട്ട് ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോൾ ദേഷ്യം പിടിച്ചിരിക്കുന്ന അവൾ പിന്നെ വേറെ എന്താ ചെയ്യുക? ശരി, അതൊക്കെ ഇരിക്കട്ടെ, നീ എന്തെങ്കിലും കഴിച്ചു എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇല്ലടാ, രാവിലെ തന്നെ അവൾ ഒന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ല. എടാ, എനിക്കറിയുന്ന ഒരു കടയുണ്ട്, അവിടെ നല്ല ഫുഡ് കിട്ടും, അതുപോലെ തന്നെ അവർ സ്വന്തമായിട്ട് ചെയ്യുന്ന സ്വീറ്റ്സും ഉണ്ട്, അത് നമുക്ക് രേവതിക്ക് മേടിച്ചിട്ട് പോകാം. എന്തായാലും നീ വാടാ എന്ന് പറഞ്ഞ് മഹേഷ് സച്ചിയെ കൂട്ടിയിട്ട് ആ കടയിലേക്ക് പോവാണ്. സച്ചിയും മഹേഷും കൂടി ചേർന്നിട്ട് ആ കടയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടെയുള്ള ചേച്ചി, ഒരു ഹസ്ബൻഡും അതുപോലെ വൈഫും കൂടി ചേർന്നിട്ടാണ് കട നടത്തിക്കൊണ്ടിരിക്കുന്നത്. കടയിലെ ഫുഡൊക്കെ അതിഗംഭീരമാണ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ സച്ചി പറയുന്നുണ്ട്. അതുമാത്രമല്ല, രേവതിക്ക് വേണ്ടിയിട്ട് അവിടുന്ന് സ്വീറ്റൊക്കെ മേടിച്ചിട്ടാണ് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. തുടർന്ന് വീട്ടിലാണ് കാണിക്കുന്നത്. രവി പുറത്ത് പോയിട്ട് പതിവായിട്ട് ഇങ്ങനെ ഉള്ളിൽ വരുന്നത് പോലെ തന്നെ രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ. കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്ത മോളെന്നുള്ള കാര്യം പറയുന്നുണ്ട്. രാവിലെ നിങ്ങൾ കല്യാണത്തിന് പോയിട്ട് ഇപ്പോഴാണോ വരുന്നത്? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ നൈറ്റ് ആവും എന്നുള്ള കാര്യം ചന്ദ്രേ. വീണ്ടും രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇപ്പൊ വിളിച്ചു പോകുന്നത്? അവള് ഇവിടെ ഉണ്ടെങ്കിലല്ലേ വരുവുള്ളൂ. അവൾ ഇവിടെ ഇല്ല അല്ലേ? വരുന്ന സമയത്ത് അവളുടെ വണ്ടി താഴെ കണ്ടു. അപ്പൊ അവൾ ഇവിടെ ഉണ്ടാവുന്ന വിചാരിച്ചത്. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ, അപ്പൊ അവള് വണ്ടി എടുക്കാണ്ടാണല്ലേ നാട് ചുറ്റാൻ വേണ്ടി പോയത്? എന്തിനാ ചന്ദ്ര എപ്പോഴും അവളെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? അവൾ ഒന്നെങ്കിൽ പൂ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സച്ചിയുടെ കൂടെ വേറെ എങ്ങോട്ടെങ്കിലും പോയതാവും. എവിടെ പോവാണെന്നുണ്ടെങ്കിലും അവൾക്ക് എന്നോട് പറഞ്ഞിട്ട് വേണ്ടേ പോവാൻ വേണ്ടിയിട്ട്? ഞാൻ ഉറങ്ങി എണീറ്റ് നോക്കുമ്പോൾ ആളെ ഇവിടെ കാണുന്നില്ല. അവള് ഉച്ചയ്ക്ക് പോയതാണെന്നുള്ള കാര്യം തോന്നുന്നു എന്ന് പറയുമ്പോൾ, ശരി, അവള് വന്നോളൂ എന്നുള്ള കാര്യം പറഞ്ഞ് രവി അവിടെ ഇരിക്കുകയാണേ. നീ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. ചന്ദ്ര വെള്ളമൊക്കെ എടുത്ത് വരുമ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് രേവതി പറഞ്ഞ് വിളിച്ചു വരുന്നുണ്ടേ. രേവതി ഇവിടെ ഇല്ല എന്നുള്ള കാര്യം രവി പറഞ്ഞത് കേൾക്കുമ്പോൾ, താഴെ വണ്ടി ഉണ്ടല്ലോ, താഴെ അവളുടെ വണ്ടി കണ്ടിട്ട് ഞാൻ വന്ന് ചന്ദ്രയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ചന്ദ്ര പറഞ്ഞത് അവൾ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം. വണ്ടി എടുക്കാതെ ഇവൾ എങ്ങോട്ടാ പോയത്? നീ ഫോൺ ചെയ്ത് നോക്കടാ എന്നുള്ള കാര്യം രവി പറയുമ്പോൾ, അച്ഛൻ ഞാൻ ഫോൺ ചെയ്ത് നോക്കി, പക്ഷെ അവൾ ഫോൺ എടുത്തില്ല. ഇപ്പൊ നീ ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ ഫോണ് സ്വിച്ച് ഓഫ് ആണ് കേട്ടോ. അവൾ എന്തായിരിക്കും ഫോൺ ഓഫാക്കി വെച്ചത് എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെയാകുമ്പോൾ അവൾക്ക് കുറച്ചും കൂടി സൗകര്യമായിരിക്കുമല്ലോ നാട് ചുറ്റാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തേടി പിടിച്ചു കൊണ്ടുവന്ന മരുമകളല്ലേ, അവള് ആരടുത്തും പറയാതെ ഇവിടെ ഇറങ്ങിപ്പോയി. അച്ഛാ, ഇവരുടെ അടുത്ത് മര്യാദയ്ക്ക് മിണ്ടാതിരിക്കാൻ വേണ്ടി പറ. ഇവരും ഇവിടെ വായ വെച്ചിട്ട് രാവിലെ അവളുടെ അടുത്ത് എന്തോ പറഞ്ഞു. അവൾ അപ്പോഴേ ദേഷ്യത്തോടു കൂടി ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ചന്ദ്ര, നിനക്ക് വാ വെച്ചിട്ട് ചുമ്മാ ഇരിക്കാൻ അറിയില്ലേ? നീ പോയിട്ട് നിന്റെ ജോലി നോക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ. അവള് ഇവിടുന്ന് പറയാണ്ട് പോയതാണ്, അവളെ ഒന്നും ചോദ്യം ചെയ്യണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് എഴുതിട്ട് പോവാണ്. എടാ, അവളിവിടെ അടുത്ത് എവിടെയെങ്കിലും പോയതായിരിക്കും. എന്തായാലും നീ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഫോൺ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് രവി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഏകദേശം സന്ധ്യയായിട്ടോ സമയം. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രവിക്ക് ചായ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുകയാണ്. കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടി വന്നു, എല്ലാ ജോലിയും എന്റെ തലയിലിട്ട് പോയി എന്നൊക്കെ ചന്ദ്ര പരായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, എന്താ നീ ചായ ഉണ്ടാക്കിയാൽ ഉണ്ടാവില്ലേ? എല്ലാ ജോലിയും അവിടെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? അല്ലെങ്കിലും അവൾ എന്താ ചെയ്തത്? രാവിലെ ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം അവൾ ഭയങ്കര അഹങ്കാരത്തോടു കൂടി പറഞ്ഞു. ആര്? രേവതി എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ, അവള് എന്നാണ് ജോലി ചെയ്യാണ്ടിരുന്നത്? ഞാൻ സത്യമായിട്ട് തന്നെ പറഞ്ഞത്. നിങ്ങൾ പോയി കഴിഞ്ഞ ശേഷം അവള് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല, എല്ലാവരും ഹോട്ടലിൽ കഴിക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോയി. ഇതാ വേണമെങ്കിൽ അവനോട് ചോദിച്ചോക്ക്, അവനിവിടെ ഉണ്ടായിരുന്നു. അച്ഛാ, അവളെന്തോ മൂഡ് ഓഫ് ആയിരുന്നു അച്ഛാ. അവള് മൂഡ് ഓഫ് ആയിട്ട് ഇരുന്നിട്ട് ബാക്കിയുള്ളവരെല്ലാവരും പട്ടിണിക്ക് ഇട്ടു. ഉച്ചയ്ക്കും അവളൊന്നും ഉണ്ടാക്കിയില്ല. വർഷ പോകുന്ന സമയത്ത് എനിക്ക് പുറത്ത് ഓർഡർ ചെയ്ത് നിന്നിട്ടാ പോയത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് ശ്രീകാന്ത് വരുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തിനെ കണ്ട ഉടനെ തന്നെ, വാ ശ്രീകാന്തേ, വർഷ ഇനിയും വന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൾക്ക് എന്തോ വർക്ക് ഉണ്ട്, ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞത്.
കണ്ടില്ലേ, ജോലിക്ക് പോയവരൊക്കെ തിരിച്ചു വന്നു. കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാവരും വരും. അവർക്കൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ. ഇനിയും ജോലി ചെയ്യേണ്ടവൾ വന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി എന്താ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നിൽക്കുന്നതാണോ അച്ഛാ? അപ്പോഴാണ് ശ്രീകാന്ത് ചോദിക്കുന്നത്, അല്ല എന്താ രേവതി ചേച്ചി വീട്ടിലില്ലേ എന്നുള്ള കാര്യം. എടാ, രേവതി ഇതുവരെ വന്നില്ല, നിനക്ക് എന്തെങ്കിലും അറിയോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത്, ഇല്ല അച്ഛാ, ഞാൻ രാവിലെ തന്നെ റെസ്റ്റോറന്റിലേക്ക് പോയതാണല്ലോ. എടാ, വർഷയുടെ അടുത്ത് എന്തെങ്കിലും അവള് പറഞ്ഞിട്ടാണോ പോയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛാ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ടാണ് ലഞ്ച് കഴിച്ചത്, പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. ചേച്ചി സാധാരണയായിട്ട് ഈ സമയത്ത് വരുന്നതാണല്ലോ, ഇനിയും വന്നില്ലേ? അവളുടെ ഫോൺ ഓഫാണ്, മേ ബി ചാർജ് തീർന്നു കാണും. അതൊന്നും അല്ലടാ, ഫോൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യണമല്ലോ, അതുകൊണ്ട് അവൾ മനഃപൂർവ്വം ഫോൺ ഓഫാക്കി വെച്ചതായിരിക്കും. എന്നാ ഇത് കേട്ട് രവി പറയുന്നുണ്ട്, ചന്ദ്രേ, രേവതി അങ്ങനെ വിട്ട ഒരു പെൺകുട്ടിയല്ല. അവൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടാ പോയിട്ടുണ്ടാവുക. ജോലിയുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അവൾ പോയതായിരിക്കും. തുടർന്ന് അങ്ങോട്ടേക്ക് ശ്രുതിയും കൂടി വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ, എടാ സച്ചി, നിന്റെ കാറ് നീ എന്താണ് ഗേറ്റിന്റെ ഫ്രണ്ടിലിട്ട് കഴിഞ്ഞ പിന്നെ ഞാൻ എവിടെയാണ് കാർ ഇടുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും, എടാ നിന്റെ തലയെ കൊണ്ട് വെക്കി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്ന് പറയാണേ. അപ്പോഴേക്കും സച്ചിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം കാണുമ്പോഴേക്കും ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇവൻ എന്താ പറ്റിയെന്നുള്ള കാര്യം. അവന്റെ ഭാര്യയെ കാണുന്നില്ലടാ, അതുകൊണ്ടാണ് ഇവൻ കടന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, ചന്ദ്രമതിയുടെ ആ കാണുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അത് കേട്ട രവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് ബുദ്ധി ഉണ്ടോടി? അവള് വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് നീ കാണാതെ പോയി എന്നൊക്കെ പറയുന്നു. അയ്യോ അമ്മേ, അപ്പോ ഇനിയും ഭക്ഷണം ഉണ്ടാക്കിയില്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ, ഇല്ലടാ, അവള് ഇനിയും വന്നില്ലല്ലോ. എന്താ അമ്മേ ഇത്, രാവിലെയും ഇങ്ങനെ തന്നെ ചെയ്തത്? ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് വേഗം കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. അമ്മേ, ഇന്ന് ഞാൻ ഭയങ്കര ടയേർഡാണ്. എത്ര ഡീലേഴ്സിനെ പോയി കണ്ടു എന്നുള്ള കാര്യം അറിയോ? അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് ഞാൻ ടയേർഡായി. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എല്ലാവരും ഇവിടെ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഈ ടയർഡ്നെസ് ഉണ്ടാകും. എന്നാൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ മാനുവൽ വർക്ക് ആണോ ചെയ്യുന്നത്? ഞാൻ ആരുടെടുത്തും പോയി നിന്നിട്ട് കൈ കെട്ടിയിട്ട് ജോലി ചെയ്യല്ല, ഞാൻ മുതലാളിയാണ്. നന്നായിട്ട് ചിന്തിക്കുകയും ബ്രെയിൻ യൂസ് ചെയ്തിട്ട് ഒരുപാട് തീരുമാനം എടുക്കുകയും വേണം. അപ്പോൾ ഞങ്ങളൊക്കെ എന്താണ്, ബ്രെയിന് താഴെ ഇറക്കി വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. നന്നായിട്ട് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും എല്ലാത്തിനും കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഇടണം, അതിന് ബ്രെയിൻ യൂസ് ചെയ്യണം. വർഷയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്യാരക്ടറിനനുസരിച്ചിട്ട് അവൾക്ക് സംസാരം മാറ്റി സംസാരിക്കണം. ഞങ്ങളതും ക്രിയേറ്റീവ് ജോബൊക്കെ തന്നെയാണ്. ശ്രീകാന്ത്, നീ എന്തിനാ ഇപ്പോൾ ടെൻഷൻ ആവുന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താ ചേച്ചി, ഞങ്ങൾ ആരും ചെയ്യുന്നത് ജോലിയല്ലാത്തത് മട്ടിലാണല്ലോ. അല്ല ശ്രീകാന്തെ, ശ്രുതി അതല്ല പറഞ്ഞു വന്നത്, ബിസിനസ് ആകുമ്പോൾ ഒരുപാട് എഫേർട്ട് ഇടണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. അല്ല ശ്രുതി, ബിസിനസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നും ബാക്കിയുള്ള ജോലിയൊക്കെ എളുപ്പമാണെന്ന് പറയാണേ. എല്ലാ ജോലിയും ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോഴേക്കും, എടാ എന്റെ ജോലി സ്മാർട്ട് വർക്കാണ്. തുടർന്ന് രവി പറയുന്നുണ്ട്, ആര് ജോലിയും അങ്ങനെ കുറച്ച് സംസാരിക്കരുത്, നീ എപ്പോഴും നിന്റെ അമ്മയെ പോലെ സംസാരിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇല്ല അങ്കിൾ, ശ്രുതിക്ക് വിശപ്പിന്റെ ഉണ്ട് തോന്നുന്നു, അതുകൊണ്ടാണ് എന്തൊക്കെയോ സംസാരിക്കുന്നത്. ശ്രുതി നീ പോയിട്ട് ഫ്രഷപ്പായിട്ട് വാ എന്ന് പറയുന്നുണ്ട്. ഇല്ല ശ്രുതി, ഞാൻ എന്താ പറഞ്ഞു വരുന്നെന്ന് വെച്ചാൽ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും, നീ ഒന്നും പറഞ്ഞു വരണ്ട, മര്യാദയ്ക്ക് പോയിട്ട് കാറ് ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുവാണ് അവിടുന്ന്. ഇപ്പൊ കണ്ടില്ലേ, മര്യാദയ്ക്ക് നേരത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരും ഈ കുടുംബത്തില്. അത് മനഃപൂർവ്വം വരണമെന്ന് വിചാരിച്ചിട്ടാണ് രേവതി ഇട്ടിട്ട് പോയത്. ഇനിയിപ്പോ എങ്ങനെയാ കാര്യങ്ങളൊക്കെ നടത്തുക? ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ രേവതിയുടെ വില എന്താണെന്നുള്ള കാര്യം? അവളൊരു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ എല്ലാവരും പട്ടിണിയാണ് ഇവിടെ ഉള്ളത്. ഇതൊന്നും അറിയാതെ നിങ്ങൾ എപ്പോൾ നോക്കി കഴിഞ്ഞാലും അവളെ ചീത്ത വിളിച്ചുകൊണ്ടേ നടക്കും. നിങ്ങൾ കണ്ടോ അവൻ എന്തൊക്കെയാ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അവൻ സത്യമല്ലേ പറഞ്ഞത്? ഇന്ന് ഫുള്ളായിട്ട് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞില്ലേ? രേവതി ഇല്ലാത്തത് കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് രാവിലെ മുതൽ കഴിച്ചത്. ശരീരത്തിന് നല്ലതല്ല. ഈ വീട്ടിൽ ഒരു തൂണായിട്ട് രേവതിയാണ് ഉള്ളത്. പിന്നെ ഈ വീട് അവളുടെ തലയിലല്ലേ ഇരിക്കുന്നത്. ഇപ്പൊ തന്നെ നോക്ക്, സമയം 8 മണിയായി. ഇനി അവൾ എപ്പോൾ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാനാന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എപ്പോൾ നോക്കിയാലും ചേച്ചി തന്നെ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ അമ്മേ, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്നുള്ള കാര്യം പറയുമ്പോൾ, നീ അവിടെയും കുക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെയും കുക്ക് ചെയ്യണോ? അതിനൊന്നും ആവശ്യമില്ല. അവളില്ലെങ്കിലും ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ശ്രുതി, നീ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള കാര്യം പറയാണേ. അവൾക്കൊരു വിചാരമുണ്ട്, അവളെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നതെന്ന്. അങ്ങനെയല്ല എന്നുള്ള കാര്യം നമ്മൾ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നീ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയാണേ. ആന്റി, ഞാനോ? എനിക്ക് കുറച്ച് ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ, അത്ര അറിഞ്ഞാൽ മതി, നീ പോയിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ അവിടുത്തെ ജോലിക്കാരിയാക്കിയ മട്ടില് ശ്രുതിയുടെ അടുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുവാണേ. രേവതിക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ കേൾക്കാട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക്